ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഉണ്ണിത്തണ്ട് അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയുമല്ലോ നമ്മുടെ വാഴയുടെ. അപ്പോൾ അത് നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വെക്കണ രുചിയൊന്നും ഞാൻ വെച്ചാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. നമ്മൾ തന്നെ ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ കഴിക്കണു. അപ്പോൾ ഏട്ടനൊക്കെ എൻ്റെ ഭക്ഷണം ഇഷ്ടമാകും, പക്ഷേ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുക എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അത് നമ്മുടെ അമ്മമാരുടെ കൈപ്പുണ്യത്ത് ഒരു വേറെ തന്നെയാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ എങ്ങനെയായാലും ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊതിയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടിയപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളൊരു സന്തോഷമായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു ഇടിച്ചക്ക കിട്ടിയപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിത്തണ്ടിനെ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുതിര ഉണ്ടല്ലോ, മുതിര നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് എണ്ണയൊന്നും ഒഴിക്കരുത്, നന്നായിട്ട് വറുത്തെടുത്തിട്ട് നമ്മൾ കഴുകിയിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചു കേട്ടോ ഞാൻ. അങ്ങനെ നമ്മുടെ മുതിരയെ നമ്മൾ വേവിക്കാൻ വെച്ചു. അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ മുതിര വെന്തു കേട്ടോ. അതിന് ശേഷം ഞാൻ അരിഞ്ഞ് വെച്ച ഉണ്ണിത്തണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ഉണ്ണിത്തണ്ട് എന്നൊക്കെ പറയണത്, അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു വീസിലും കൂടി അടുപ്പിച്ചായിരുന്നു കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ ഇത്. ശരിക്കും ചീഞ്ചട്ടിയിലിട്ടിട്ട് നമുക്ക് വേവിച്ചാൽ മതി, നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീസിലും കൂടി അടുപ്പിച്ചു കേട്ടോ. എന്നിട്ട് ഇതിൽ കടുക്, നമ്മുടെ കുഞ്ഞുള്ളി ഉണ്ടായിരുന്നില്ല, അപ്പോൾ സവാള, വറ്റൽമുളക്, പിന്നെ നമ്മുടെ വറ്റൽമുളകിൻ്റെ ഇതുണ്ടല്ലോ ക്രഷ്ഡ് ചില്ലി, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിവേപ്പില, ഇതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചായിരുന്നേ. കടുക് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഉള്ളി ഇടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൽ ഉള്ളി ഇട്ടായിരുന്നു കേട്ടോ, ടേസ്റ്റ് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ നമ്മുടെ ഉണ്ണിപ്പിണ്ടി മുതിര തോരെന്ന് പറയാൻ പറ്റില്ല, ഉപ്പേരി റെഡിയായി കേട്ടോ. തോരെന്ന് പറയുന്നത് നമ്മൾ നാളികേരം ഇടണമല്ലോ, അപ്പോൾ ഉപ്പേരി റെഡിയായി. ഇത് അരി വറുത്തിട്ട് ഉണ്ടാക്കണവരുണ്ട് കേട്ടോ. അങ്ങനെ പല രീതിയിലും നമുക്കിതിനെ ഉണ്ടാക്കാം.